അത് കോഴി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ശർമ്മയും മൂർത്തിയൊക്കെ ജനിച്ച് വളർന്ന വീടാണ്. ഒത്തിരി പറയാനുണ്ട്, അതൊക്കെ പിന്നീട് ഓരോന്നോരോന്നിട്ട് പറയാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചക്ക ഇടാനായിട്ട് വന്നേക്കുകയാണ്. ചക്ക ഉണക്കി പൊടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് എനിക്ക് മടി കയറി വന്നു. പിന്നെ ഇപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് വിളഞ്ഞൊന്ന് നോക്കാനായിട്ട് വന്നു. അപ്പോഴേക്കും നോക്കുമ്പം ഒരെണ്ണം കൊത്തി താഴ്ത്തിയിട്ടിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം മേളിൽ കൊത്തിയിട്ടിട്ടുണ്ട്, ഒരെണ്ണം പഴുത്ത് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇട്ടുവെച്ചാൽ ശരിയാവത്തില്ല. പിന്നെ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലും വറുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കൂഴച്ചക്കയാണ്. അപ്പം നമുക്ക് ഇട്ട് കുറച്ച് മാറ്റി വയ്ക്കണം. പിന്നെ കുരുവൊക്കെ താഴ്ത്ത് വീണ് കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് മഴ കഴിയുമ്പം ഒന്ന് പെറുക്കിയെടുത്ത്. ഇപ്പം തന്നെ അത് വലിയ മഴ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ഇട്ടുകൊണ്ട് പോവാം. ഇട്ടുകൊണ്ട് പോയിട്ട് ഒരെണ്ണം അപ്പുറത്ത് കൊടുക്കാം. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും കൊടുക്കാം. നല്ല കൊതുകാണ് ഇവിടെ, ചെറിയ കൊതുക്. ഇവിടെ താമസമില്ലാതെ കിടക്കുന്ന വീടല്ലേ, എൻ്റെ പിന്നെ ഭയങ്കര ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിറയെ അഴുക്കും കൊതുകുമാണ് നിറയെ. നമുക്ക് പെട്ടെന്ന് ചക്കിയിട്ടുണ്ട് പോവാം. ഇവിടുത്തെ ഈ വീടിനെക്കുറിച്ചും പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എനിക്ക് പറയാനുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഓരോ സമയത്തായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം നമുക്ക് ചക്കയിടാം. നിറയും കൊത്തിയൊക്കെ ഇതിൻ്റെ മേലിൽ നിന്ന് കൊത്തിയിട്ട് വീണതാണ്. അതിൻ്റെയൊക്കെ കുരു നമുക്ക് അടത്തിയെടുക്കാം. ഞാൻ പറഞ്ഞില്ല, മൂടൊക്കെ ഇട്ട് വെക്കാമെന്ന്. അപ്പം നമുക്ക് ഓണ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചക്കക്കുരുവൊക്കെ കിട്ടും ഇഷ്ടം പോലെ. അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ചക്കക്കുരുവൊക്കെ എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണമെന്നൊക്കെ. നമുക്ക് എല്ലാം വീഡിയോട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ പണി പാളിയിരിക്കുക, എല്ലാം ഒറ്റയടിക്ക് തന്നെ വഴുക്കും. നമ്മളിതെല്ലാം കൂടി എവിടെ വയ്ക്കാനാണ്? നമ്മുടെ ഫ്രിഡ്ജ് ചെറുതാണ്, പിന്നെ അത്യാവശ്യം ചെയ്യുന്ന മാത്രമേ പറ്റത്തുള്ളൂ. വെയിലുണ്ടായിരുന്നാൽ നമുക്കുണ്ടല്ലോ, ഇപ്പോൾ എല്ലാം കൂടി പൊട്ടിച്ച് ഇട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് വെയിലത്തറിയിട്ട് ഉണക്കി അങ്ങോട്ട് വെച്ചാണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോഴത്ത് കുതിർത്തെടുത്ത് വെച്ചാൽ. നേരത്തേക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കണമായിരുന്നു. പക്ഷേ ഇതിപ്പം ഒന്നും നടക്കത്തില്ല, മഴ നമ്മളൊന്നിനും സമ്മതിക്കത്തില്ല. അപ്പം നമുക്കിതെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാം. ശർമ്മയുണ്ട്, ശർമ്മയ്ക്ക് പനിയായതുകൊണ്ട് ശർമ്മയൊന്നും സ്കൂളിൽ പോയിട്ടില്ല. ഇന്നലെ മഴ നനഞ്ഞിട്ട് ചെറിയ ജലദോഷമൊക്കെ പിടിച്ച് തുമ്മലൊക്കെ ആയിരുന്നു. അത് കാരണം ഇന്ന് പോയിട്ടില്ല. ഇവിടെ കൊതുക് നിർത്തുന്നില്ല. നമുക്ക് പോവാം. ഇത് കൊണ്ട് വെച്ചിട്ട് വരാം, എന്നിട്ട് അടുത്തെടുക്കാം. അപ്പം മഴ വന്നിട്ട് നമുക്കിതും കൂടെ വെച്ചിട്ട് ഫോണും എടുത്തുകൊണ്ട് തുണി പെറുക്കാൻ പോകും. ഇഷ്ടംപോലെ തുണി കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പെറുക്കാം. എന്നിട്ട് പിന്നെ ചക്ക മുറിച്ച് എടുക്കാം. പഴുത്തതും ഉണ്ട്, ഇനി ഒരു 1-2 പഴുത്തതും കൂടി ഉണ്ടാകും. നമുക്ക് മഴ കഴിയുമ്പോൾ ഒന്ന് നോക്കി പഴുത്തത് പറിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയാണ്. അന്നത്തെ പോലെ ഒന്നും അല്ല, സെറ്റാണ്, വെൽ പ്ലാൻഡ് ആണ്. നന്നായിട്ട് നോക്കി ഒറ്റ വീട്ടിന് 2 കഷ്ണമാക്കും ഞാൻ. കുറച്ച് നേരം ആയാലും എടുത്ത് വെച്ചിട്ട്. പശയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടിയാലോ നോക്കാം. കണ്ടോ, എന്നാലും 2 വെട്ടിന് കാര്യവും ഒക്കെ. ഒന്നും കൂടെ ഉണ്ണയില്ല, അതാ പ്രശ്നം. ഉണ്ട്, ഇത്രയും കിട്ടി. അന്ന് എന്തുവായിരുന്നല്ലേ. അപ്പം ആദ്യം തന്നെ എടുക്കുമ്പം ഇങ്ങനെ എടുക്കുക. ഇതെന്ത് ചെയ്യും? മധുരവായിപ്പോയി. അത്രയ്ക്കില്ല, ചെറിയ മധുരം. കുഴയ്ക്കാം, ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രശ്നം, നമ്മുടെ മടി അങ്ങോട്ട് മൊത്തം മാറിയിട്ടില്ല. എന്നാലും ഇങ്ങനെയൊക്കെയല്ലേ മടി മാറണല്ലേ. ചക്കച്ചോളയൊക്കെയാണ്, അത് സൂപ്പർ ചക്കച്ചോള.
ഒരെണ്ണത്തിന് മധുരം ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇത്തിരി മധുരമില്ല. നല്ല പശ എണ്ണ എടുത്തോണ്ട് വരട്ടെ. നല്ല അടിപൊളി ചക്ക ചോള. അടുത്തവിടെ വീഴുന്നുണ്ട് ഇഷ്ടം. കൈപ്പുള്ളൊന്നുമില്ല. എണ്ണ എടുത്ത് വെച്ചില്ല. വണ്ടെന്ന് തോന്നുന്നു. ഓ അങ്ങോട്ട് കൊടുക്കുവാമേ, കൊടുക്കുക. അതും ഇതും കൂടെ കൊടുക്കാം അല്ലേ? കൊണ്ട കൊടുക്കണം. കോളേജ് ആക്കാൻ പോയിരിക്കുന്നു. കോളേജിൽ മാറി കോളേജിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കണോ? അതെ അതെ ആണെന്നേ. ഇപ്പൊ നമുക്ക് വറുക്കാം. നമ്മൾ സൈനത്തുമ്മ ഇപ്പൊ വന്നപ്പോ ചോദിച്ചു കൂഴച്ചക്ക വറുക്കാവെന്ന് ചോദിച്ചപ്പം കൂഴച്ചക്ക വറുക്കാം. പഴുത്ത് കഴിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ നമുക്കിത് വറുക്കുകയും ചെയ്യാം കേട്ടോ. അതേ നല്ല അടിപൊളി ചോളയാണ് കേട്ടോ. നല്ല കട്ടിയൊക്കെയുള്ള പറഞ്ഞു പോരാൻ ഇച്ചിരി പാടുണ്ടേ. നല്ല അടിപൊളി ചോളയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതിന്റെ ചോള ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ഇത് നല്ല ഒന്നാന്തരം ചോള. പക്ഷെ വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തോരം എടുത്ത് വെക്കായിരുന്നു. നിറയെ ചക്ക ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത് വെക്കാൻ മഴയ്ക്കുമ്പ് പഴുകിട്ട് നമുക്ക് കുറച്ച് വരട്ടി വെക്കാം. ഇച്ചിരി പണി അന്നേരമൊക്കെ എൻ്റെ മടി മൊത്തം മാറും. അന്നല്ല ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിലോട്ടൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ മടിയൊക്കെ അങ്ങ് വമ്പാടാം. ചക്കച്ചോളം കണ്ട് കൊതുവിന് നല്ല സൂപ്പർ ചക്കച്ചോളം. ആർക്കെങ്കിലൊക്കെ വേണം, അടുത്തുള്ളവർക്കൊക്കെയാണ് തരാൻ കേട്ടാ. വേണമെങ്കിൽ പറഞ്ഞാൽ കമൻറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി നേരിട്ടാണേലും. ലോങ് വീഡിയോസ് എല്ലാം കാണണേ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഞാൻ ഈ ചക്ക കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഞാനതെല്ലാം നോക്കട്ടെ. 1-2 ലോങ് വീഡിയോസൊക്കെ ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കാം നമുക്ക്. ചിലപ്പം ഒറ്റടിക്കല്ലായിരിക്കും, എന്നാലും പല വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതെ വേണം. അപ്പോൾ എത്രയും കിട്ടി. നല്ല കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ചുമ്മാ ഉള്ളിത്തൊല്ലി എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ചക്കയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയാണ്. വറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടിയുണ്ടോ, ഭയങ്കര നല്ല കട്ടി കേട്ടോ. ചെറിയ മധുരമുണ്ട്. അപ്പം വറുക്കാൻ പറ്റുമോ എന്ന് ഒന്നുകൂടി ഉമ്മയുടെ അപ്പുറത്തുമ്മയുടെ ഒക്കെ ചോദിക്കണം. അവർക്കൊക്കെ അറിയാം. ദീനത്തുമ്മയൊക്കെ എപ്പോഴും വറുക്കണമെന്ന് വെച്ചാൽ പറയും. അത് ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക പിന്നെ ആർക്കല്ല ഇഷ്ടമില്ലാത്ത. ഇഷ്ടമില്ലാത്തവരും ഉണ്ട് കേട്ടോ. ചക്ക കൈ കൊണ്ട് ഇടത്തില്ലാത്തൊരു അറപ്പുള്ളവരുണ്ട്. പിന്നെ വലിയ ചക്കയോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാവുന്ന. നല്ല സെറ്റ് ചക്കയാ കണ്ട.
അനൗൺസ്മെന്റ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അതൊക്കെ ബട്ടർഫ്ലൈ വന്ന് തുടങ്ങി നമ്മുടെ വീട്ടിൽ. എന്തിനാ വന്ന അത് കളഞ്ഞത്? ബട്ടർഫ്ലൈ വരുമ്പോ വന്ന ചെടി എന്തിനാ നിനക്ക് അറിയാൻ പറ്റേ? അന്ന് പോയി കളഞ്ഞെന്തിനാ? സൈക്കോ ആയിരുന്നു. ആ ഉള്ള ബട്ടർഫ്ലൈനെ മൊത്തം പിടിച്ച് കൊല്ലുമായിരുന്നു. ചൂണ്ടടല്ലേ? ചൂണ്ടിടാനല്ല, അതിനെന്തിനാ കൊല്ലണ? എന്തിനാ? ഇതല്ല കണ്ടു. ഞാൻ വന്ന. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ശരി, പിന്നെ ബൈ.